ഹായ് ഓൾ, ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു സെർവർ എന്നതാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഒരു എക്സാം റിസൾട്ട് സെർച്ച് ചെയ്യുമ്പോൾ സെർവർ ഡൗൺ ആയി അല്ലെങ്കിൽ സെർവർ കിട്ടുന്നില്ല, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് എറർ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ സെർവർ എന്നാൽ എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ പല ടൈപ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള പോലെ തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് സെർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെയിനായിട്ട് സെർവർ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ബ്രൗസർ എടുത്തിട്ട് നമ്മൾ facebook.com എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ റിക്വസ്റ്റിനെ നമുക്ക് തിരിച്ച് സെർവ് ചെയ്യുന്ന ആ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിവൈസിനെ പറയുന്ന പേരാണ് സെർവർ എന്ന്. അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നും കറക്റ്റായിട്ട് നമുക്ക് തിരിച്ച് ചെയ്യുന്നതാണ് ഈ സെർവറിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഈ സെർവർ എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് വിധത്തിലാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിൽ നമുക്ക് സെർവർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ആ ഓഫീസിലുള്ള മെയിൻ കാര്യങ്ങളും ഫയൽസും ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സെർവർ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഓർഗനൈസേഷണൽ സെർവർ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മാത്രം ആക്സസ് ഉള്ള രീതിയിൽ, അതും എല്ലാവർക്കും ഉണ്ടാവില്ല, അവിടുത്തെ മെയിൻ എംപ്ലോയീസ് ഉണ്ടായത് HR അങ്ങനെയുള്ള എംപ്ലോയീസിന് മാത്രം ആക്സസ് ഉള്ള രീതിയിലായിരിക്കും അതിൻ്റെ സെർവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സെർവർ സൂക്ഷിക്കുന്നതിനായിട്ട് പ്രത്യേക ഒരു സെർവർ റൂം തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ മെയിനായിട്ട് സൂക്ഷിക്കുന്നത് ആ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ഫയൽസും കാര്യങ്ങളും മാത്രമാണ്. അത് പബ്ലിക്കിന് ആക്സസിബിൾ അല്ല. മറ്റൊരു സെർവർ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് സെർവറാണ്, അതായത് പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പം നമ്മളൊരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ വെബ് ബ്രൗസറിൽ പോയിട്ട് facebook.com അല്ലെങ്കിൽ youtube.com എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഈ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് സെർവറിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഈ ഇൻ്റർനെറ്റ് സെർവറിൻ്റെ കീഴെ മെയിനായിട്ട് 3 സെർവറാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് വെബ് സെർവർ, അതേപോലെ തന്നെ മെയിൽ സെർവർ, പിന്നുള്ളത് ഫയൽ സെർവർ. ഈ വെബ് സെർവർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ വെബ് സെർവറിലായിരിക്കും. ഈ മെയിൽ സെർവർ എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ സംബന്ധമായ സകല ഡീറ്റെയിൽസും സൂക്ഷിക്കുന്ന ഒരു സെർവറാണ് മെയിൽ സെർവർ എന്ന് പറയുന്നത്. ഇതും ഈ ഇൻ്റർനെറ്റ് സെർവറിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഫയൽ സെർവറാണ്. അതായത് നമ്മൾ ഷെയർ ചെയ്യുന്ന ഫയൽസും കാര്യങ്ങളും അതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു സെർവറാണ് ഈ ഫയൽ സെർവർ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഓർഗനൈസേഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നും എങ്ങനെയാണ് ഈ സെർവർ വർക്കാവുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഓഫീസ് എടുക്കുകയാണെങ്കിൽ അവിടെ ധാരാളം എംപ്ലോയീസും ധാരാളം സിസ്റ്റത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ സിസ്റ്റത്തിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും കോമൺ ആയിട്ട് ഒരു സെർവറായിരിക്കും ഉണ്ടാകുക. നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സെർവർ റൂമോ അങ്ങനെ എന്തെങ്കിലും ഒരു സൂക്ഷിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ എല്ലാ എംപ്ലോയീസിൻ്റെയും സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത് ആ കോമൺ സെർവറിലേക്കായിരിക്കും. അതിപ്പോൾ വയർലെസ് ആയിട്ടാവാം അല്ലെങ്കിൽ വയേർഡായിട്ടാവാം. അങ്ങനെ ആ എംപ്ലോയീസിനെല്ലാം തന്നെ ആ ഓർഗനൈസേഷൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായത് ആ അകത്തുള്ള എംപ്ലോയീസിന് മാത്രമാകുന്ന രീതിയിൽ, അതായത് വെളിയിൽ നിന്നുള്ള ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനകത്തുള്ള എംപ്ലോയീസിന് മാത്രം ആക്സസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പബ്ലിക് അവൈലബിൾ ഉള്ള, അതായത് ഇൻ്റർനെറ്റ് സെർവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളെപ്പോലുള്ള നോർമൽ യൂസറിനെ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ യൂട്യൂബ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെർവർ ഉണ്ടാവും. അതിപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഗൂഗിൾ ആണെങ്കിൽ അതിപ്പോൾ USA അതിൻ്റെ സെർവർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് ആ സെർവറിൽ നിന്നായിരിക്കും നമുക്കതിൻ്റെ മറുപടി കിട്ടുന്നത്. ഇപ്പോൾ ഒരു സെർവർ റൂം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലിയൊരു റൂം, അതിൽ ഇങ്ങനെ റാക്കറ്റ് അടുക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ വേണമെന്നില്ല. നമുക്കൊരു കമ്പ്യൂട്ടറും തന്നെ ഒരു സെർവറായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ സ്റ്റോറേജൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓഫീസ് സെറ്റപ്പിൽ അതും ഒരു സെർവറായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ജസ്റ്റ് സെർവർ എന്താണെന്നാണ് ഇന്നത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. ജസ്റ്റ് ഒരു ബേസിക് എക്സ്പ്ലനേഷനാണ്. എന്താണ് സെർവർ, 2 ടൈപ്പ് ഓഫ് സെർവർ, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെയാണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.